അച്ഛനും അമ്മയും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാൽ പോലും അതൊരിക്കലും കുട്ടികളെ അതിന്റെ റെഫറികളാക്കാനോ അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും കുട്ടികളെ അതില് എന്താ പറയാ അവർക്ക് അതിൽ ട്രോമ കൊടുക്കുന്ന രീതിയിൽ ഒരു സംസാരം ഉണ്ടാവാനോ രണ്ട് പേരൻസും വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അച്ഛന്റെ അമ്മയുടെയും വഴക്കുകൾക്കിടയിൽ ഒരിക്കലും കുട്ടികൾ മീഡിയേറ്റേഴ്സ് ആവാൻ പാടില്ല. എന്തൊക്കെ പ്രശ്നം നമുക്ക് നമ്മുടെ പാർട്ട്ണറിന്റെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ തന്നെ കുട്ടികളുടെ കോപ്പേരന്റിങ് നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നീ അമ്മയുടെ കൂടെ പോയി കഴിഞ്ഞാൽ നിനക്കിനി അച്ഛനുണ്ടെന്ന് നീ മറന്നേക്കൂ അങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് വളർന്നു വലുതാകുമ്പോൾ പല രീതിയിലുള്ള സൈക്യാട്രിക് കണ്ടീഷൻസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർക്ക് ഒരിക്കലും സെക്യൂരിറ്റി ഉണ്ടാവില്ല. അവർ ട്രോമറ്റൈസ്ഡ് ആയിട്ടായിരിക്കും ജീവിക്കുന്നത്. പേരൻസ് എന്നുള്ള രീതിയിൽ അവർ തമ്മിലൊരു മ്യൂച്വൽ റെസ്പെക്റ്റും കോപ്പറേഷനും അവർ എത്ര പാർട്ട്നേഴ്സിനെ വേണമെങ്കിലും ചൂസ് ചെയ്യട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. പിന്നെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ത്രീകളെ മാത്രം ചില പ്രത്യേക പേരുകൾ പറഞ്ഞ് വിളിക്കേണ്ട ആവശ്യവും ഇല്ല. കാരണം ഒരാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. എന്തുകൊണ്ടാണ് രണ്ടുപേര് സ്പ്ലിറ്റ് ചെയ്തതെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ.